മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് പാല തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനത്തിന് സമീപത്തായിട്ട് PWD റോഡിൽ നിന്നും വെറും 50 മീറ്റർ ദൂരം മാത്രം മാറി കഴിയുമ്പോൾ 12.5 സെന്റ് സ്ഥലത്തിൽ 2700 സ്ക്വയർ ഫീറ്റ് 2 നില വീട്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 98 ലക്ഷം രൂപ, നെഗോഷ്യബിൾ ആണ്. കിണർ, വെള്ളം, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന ഈ 2 നില വീടാണ്. കൂടുതൽ ബെഡ്റൂമുകൾ എടുക്കണമെന്നുള്ളവർക്ക് താഴെ 3 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമും ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. മുകളിൽ വലിയൊരു ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ബെഡ്റൂം വേണമെന്നുള്ളവർക്ക് ഈ മുകളിലത്തെ നിലയിൽ തന്നെ 2 or 3 ബെഡ്റൂം കൂടി വേണമെങ്കിൽ എടുക്കുവാനായിട്ട് ഉള്ള ഓപ്ഷനുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കിയാലോ? നമുക്ക് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക. വീഡിയോയോടൊപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പറുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ വന്ന് നിങ്ങളെ ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണിക്കുന്നതാണ്. നേരിട്ട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഓണറുമായിട്ട് വില നെഗോഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരവും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇത് മീനച്ചിൽ ഹോംസ്. ഞാൻ ബിജു പാല. നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണ്. ബാക്ക് സൈഡൊക്കെ കണ്ടിട്ട് ഫ്രണ്ട് വശത്തേക്ക് പോവുക. ഇപ്പം ബാക്ക് സൈഡിലാണെങ്കിൽ ഇത്രയും മുറ്റമുണ്ട്. അവിടെ ചെറിയൊരു ഗ്രാസൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഫ്രണ്ട് എലവേഷൻ നമ്മൾ ഒന്ന് കണ്ടതാണ്. എന്നാൽ കൂടി ഒന്നുകൂടി കണ്ട് നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം കാണുന്നത്. ഫ്രണ്ട് വശം കാണുന്നത് നമുക്ക് നല്ല സ്റ്റോണൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്ന ഫ്രണ്ട് എലവേഷൻ, കാർ പോർച്ച് സൗകര്യങ്ങൾ, അടുത്തൊക്കെയുള്ള നല്ല നെയ്ബേഴ്സ് അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ 2 നില വീട് ആഗ്രഹിക്കുന്നവർക്ക് 98 ലക്ഷം രൂപ ചോദിക്കുന്നു, നെഗോഷ്യബിൾ എന്നുള്ള രീതിയിലുള്ള ഈ 2 നില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ 4 ബെഡ്റൂമായിട്ടുള്ള വീടാണ്. 4 ബെഡ്റൂമിന് കിണർ, വെള്ളവും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തൊരു മേഖലയാണ് ഈ മേഖല. എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് കണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. തേക്കൻ തടി കൊണ്ടുള്ള ജനൽപ്പാളികളാണ് ചുറ്റോട് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ തേക്കാണ്. പാല ടൗണിലേക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് പാല ടൗണിലേക്കുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പ്രവിത്താനമാണ് ഏരിയ. പ്രവിത്താനം എന്ന് പറയുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഒരു ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രവിത്താനത്ത് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ 4 ബെഡ്റൂമുള്ള വീട്. അതിൻ്റെ സ്വീകരണ മുറിയിലേക്ക് നമ്മൾ കയറി. സ്വീകരണ മുറിയിൽ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് അതിമനോഹരവും അതിഗംഭീരവുമാക്കി എടുത്തിരിക്കുന്ന കിടുക്കാച്ചി വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു. ഡൈനിങ് ഹാളിൽ നേരെ കയറി കഴിയുമ്പോൾ നല്ലൊരു ഓപ്പൺ കിച്ചണ്, വാഷ് കൗണ്ടറൊക്കെ നമുക്ക് കാണാം. ഒരു സൈഡിലെ ഭിത്തി, സ്റ്റെയർ കേസിന് സമീപത്തുള്ള ഒരു സൈഡിലെ ഭിത്തി, ഡബിൾ ഹൈറ്റ് ഉള്ള ഭിത്തി തന്നെ വാൾപേപ്പർ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാം. നമുക്കിവിടെ 3 ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് മുകളിലോട്ടൊരു ബെഡ്റൂം അറ്റാച്ച്ഡ്, അങ്ങനെ 4 ബെഡ്റൂമായിട്ടുള്ള വീടായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇതാണ് വാഷ് കൗണ്ടർ. മനോഹരമായ വാഷ് കൗണ്ടർ തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇവിടെ നിന്ന് ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചണിൽ നിന്ന് നമ്മൾ അകത്തേക്ക് ഓപ്പൺ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. തേക്കൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് മുഴുവൻ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കിച്ചണാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു കിച്ചൺ കണ്ടുകൊണ്ട് ഇതിൻ്റെ വാൾ ടൈലുകളാണെങ്കിലും ഫ്ലോർ ടൈലുകളാണെങ്കിലും എല്ലാം നല്ല മനോഹരമായ ടൈൽ വർക്കുകളാണ്. അവിടുന്ന് നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റോർ റൂമുണ്ട്. ഒരു അത്യാവശ്യം വീട്ടിൽപ്പെട്ട പലചരക്ക് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു സ്റ്റോർ റൂമാണ് ഇവിടെ വന്നിരിക്കുക.
അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടുപ്പ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ദർശനത്തിലിരിക്കുന്ന വീടാണ്. വാസ്തു എല്ലാം നോക്കി ക്ലീനാക്കി നല്ല ക്ലിയറാക്കി ചെയ്തിരിക്കുന്ന, വാസ്തുപരമായിട്ട് 100% പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന വീട് തന്നെ. നമുക്ക് ഇവിടുന്ന് വീണ്ടും നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് താഴത്തെ 3 ബെഡ്റൂമാണ് കാണേണ്ടത്. ഡൈനിങ് ഹാളിലെ ഇൻറ്റീരിയർ വർക്കുകൾ ഇപ്പോഴാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന വർക്ക് കാണുവാനായിട്ട് അതിഗംഭീരമാണ്. നമുക്ക് ഇവിടെ ഇതാണ് നമ്മുടെ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്ന ബാൽക്കണി നമുക്ക് കാണാം. അവിടെ തന്നെ നമുക്ക് ഫാൻസി ലൈറ്റ് അത് മുകളിൽ കയറുമ്പോൾ ക്ലിയറായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് പ്രവിത്താനം ടൗണിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരമാണ് പ്രവിത്താനം ടൗണിലേക്കുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കൊല്ലപ്പള്ളി അങ്ങോട്ടേക്കൊക്കെ പോകാൻ, തൊടുപുഴ റൂട്ടിലേക്ക്, അതുപോലെ ഈരാറ്റുപേട്ട സൈഡിലേക്ക്, രാമപുരം സൈഡിലേക്കൊക്കെ പോകുവാനായിട്ട് ഏറ്റവും എളുപ്പമുണ്ട്. എയർപോർട്ടിൽ പോകാനാണെങ്കിൽ ഇവിടുന്ന് രാമപുരം കൂത്താട്ടോളം പോയാൽ മതി. അപ്പോൾ അങ്ങനെ ഏറ്റവും സൗകര്യപ്രദമായ നല്ല ഒരു ലക്ഷണമൊത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു ലൊക്കേഷനിലാണ് വീടിരിക്കുന്നത്. PWD റോഡ് തന്നെ ഏകദേശം ഹൈവേയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ദൂരം വന്നു കഴിയുമ്പോൾ PWD റോഡിൽ നിന്നും ഒരു 100 മീറ്റർ കഷ്ടിച്ച് ദൂരം, 100 മീറ്റർ താഴെ 50 മീറ്റർ എന്ന് പറയാനേ ഉള്ളൂ. ഈ 50 മീറ്റർ ദൂരം നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ വീടായി. അപ്പോൾ അങ്ങനെ ഈ വീട്ടിലേക്ക് കയറാനാവുന്ന രീതിയിൽ എളുപ്പമുള്ള റോഡ് മാർഗമുണ്ട് എന്നുള്ളതാണ്. കാരണം എളുപ്പമുള്ള റോഡ് തന്നെയാണ്. കാരണം വാഹനം ഓടിക്കുന്നവർക്ക് ഒരു 70-75 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിനൊരു മങ്ങലുണ്ടായാൽ, അതല്ലെങ്കിൽ സ്ത്രീകളൊക്കെ വാഹനം ഓടിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു തപ്പൽ വരാറുണ്ട്. ഒരു വാഹനം ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഡ്രൈവിങ് പഠിച്ചതേ ഉള്ളൂ, പഠിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ നമുക്ക് പെട്ടെന്ന് വാഹനം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ ഉള്ളൊരു പേടി. സൈഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ചെറിയ റോഡിലൊക്കെ ആണെങ്കിൽ സൈഡ് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടും എന്നൊക്കെയുള്ള രീതിയിലുള്ള പേടിയുള്ളവരെ സംബന്ധിച്ച് PWD റോഡ് തന്നെ വന്നാൽ മതി. PWD റോഡിൽ നിന്നും ഒരു 50 മീറ്റർ ദൂരം മാത്രമാണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന റോഡ്. അതും 12 അടി വീതിയിലുള്ള റോഡ് തന്നെയാണ്. ആ റോഡ് തന്നെ നമുക്ക് വന്നു കഴിയുമ്പോഴാണ് മുറ്റത്ത് ഇത്രയും സ്റ്റോണൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് മുറ്റത്ത് വാഹനം കയറിയാൽ കറങ്ങി തിരിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ചിപ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വണ്ടി അവിടെയും കറങ്ങാം. വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി എല്ലാം മുറ്റത്ത് വട്ടം തിരിച്ച് തന്നെ നമുക്ക് കാർ പോർച്ചിൽ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് എൻ്റെ മുറ്റവും റോഡ് സൗകര്യങ്ങളും. അതുപോലെ തന്നെ മുറ്റത്ത് തന്നെ നല്ലൊരു കിണറുണ്ട്. വീട് വന്നു കഴിയുമ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരു കിണറുണ്ടെങ്കിൽ ഒരു അഴകാണ്. അങ്ങനെ ഒരു അഴകുള്ള രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ 2 നില വീടായതുകൊണ്ട് ഇതിന് നല്ലൊരു ആഠ്യത്വത്തോടുകൂടി ഇരിക്കുന്നൊരു വീടായിട്ട് തന്നെ നമുക്കിത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാം. അതുപോലെ തന്നെ നല്ല ആഠ്യത്തോടു കൂടി തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നതും. ഒരു ലുക്ക് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് പണി കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ 2 നില വീട് നമുക്ക് നല്ല പ്രൗഢഗംഭീരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അത് ഏകദേശം 14ഓളം ബാങ്കുകളുമായിട്ട് ടൈപ്പുള്ള, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യം, അതല്ലെങ്കിൽ സിവിൽ സ്കോർ കുറവുള്ളവർ, അല്ലെങ്കിൽ സാലറി കുറവുള്ളവർ, സാലറി കൂടുതലുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അവർക്ക് ഏത് തരത്തിലുള്ള ലോണുകളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ താഴത്തെ നിലയിലെ ദൃശ്യങ്ങൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലെ ദൃശ്യങ്ങളിലേക്ക്. മുകളിലത്തെ നിലയിൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയയും ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും വലിയൊരു ബാൽക്കണിയുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറി. നല്ല മനോഹരമായ ബാൽക്കണിയാണ്. ഇങ്ങനെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് 2 നില വീടുകൾ പണിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ ഇതിലും വലുതാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എങ്കിലും മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും കിടക്കുന്നവർ തമ്മിൽ ഒരു ബന്ധമുണ്ടാവുകയുള്ളൂ.
ഇല്ലെങ്കിൽ എന്താ പറയുക, മുകളിലത്തെ നിലയുമായിട്ട് യാതൊരു ബന്ധം, താഴത്തെ നിലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഫുഡ് കഴിക്കേണ്ട സമയത്ത് മാത്രം ഇറങ്ങി വരുന്ന അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ തുറന്ന് പുറത്തേക്ക്, ഈ ആദ്യത്തെ ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിൽ, ഇത് 4ാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയും കൂടെ കൂട്ടി. ആ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടൊരു ബാൽക്കണിയുണ്ട്. ആ ബാൽക്കണിയുടെ മറ്റ് സൈഡ് നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്നല്ലാതെ തന്നെ നമുക്ക് കാണാം. നമ്മൾ നേരെ ബെഡ്റൂമിൽ നിന്ന് കബോർഡ് വർക്കുകളാണ്, ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകൾ, ടോയ്ലറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ AC-യുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റുകളിലെല്ലാം ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം ടോയ്ലറ്റിൽ എത്താവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നല്ല ഫാൻസി ലൈറ്റ്, ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്, നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് കാണാം. ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോറുണ്ട്. ആ ഡോറ് തുറന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഏരിയയാണ്, ഓപ്പൺ ടെറസ് ഏരിയയാണ്. നമുക്കൊരു കോർട്ട്യാർഡ് പോലെയൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ ഏത് രീതിയിലും എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ, ഫാമിലിയിലുള്ള എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഓപ്പൺ ഏരിയ ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്ഷണബിളായിട്ടുള്ളൊരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബെഡ്റൂമുകളായിട്ട് കൂടുതൽ എടുക്കണം, 4 അല്ല 5 6 ബെഡ്റൂമുകൾ വേണമെന്നുള്ളവർക്കും അവിടെ ബെഡ്റൂമുകൾ എടുക്കാവുന്നതാണ്. നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക്, നമ്മൾ വീടിൻ്റെ മുൻവശത്തെ ബാൽക്കണിയിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങി. ബാൽക്കണിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്താ പറയുക, നല്ല വിശാലമായ വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ. അത് തന്നെ വലിയൊരു ഹൈലൈറ്റാണ് ഇവിടെ. ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബാൽക്കണി ആയിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയും വലിയ ബാൽക്കണിയാണ്. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയ സീൻ ഇവിടെ നിന്നാണ് കണ്ടത്. അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങാം, അതുപോലെ തന്നെ ഓപ്പൺ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നും ഇറങ്ങാവുന്ന രീതിയിലുള്ള മനോഹരമായ ബാൽക്കണി. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.